വനിതാ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച ചരിത്രം കേരളത്തിനില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഗുണ്ടായിസമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും വരുന്ന ആരോപണങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളാണ് ഈ സംഭവങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. LDFനെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. അവരത് മാക്സിമം ഉപയോഗിക്കുക തന്നെ ചെയ്യും, സ്വാഭാവികം. കാരണം ശബരിമല സ്വർണ്ണപ്പാളി കേസ് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇടതുപക്ഷത്തെയും ഇടത് സർക്കാരിനെയും ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ വക നൽകുന്നത് ആരോഗ്യവകുപ്പാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ദിവസേന എന്നോണം ഓരോ പുതിയ പുതിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ എന്നായിരുന്നു UDFന്റെ ഒരു ക്യാപ്സ്യൂൾ തന്നെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾക്കിരയായതും പ്രതിക്കൂട്ടിൽ നിന്നതും സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ്. ഇപ്പൊ അതേ വീണ ജോർജ് തന്നെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ട് കളത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താണ് ഇന്നലെ കണ്ടത്. അതാണ് ഇന്നലെ കണ്ണൂരിൽ സംഭവിച്ചത്. പിന്നെ മന്ത്രിമാരും എല്ലാവരും ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിന്റെ ഹീനമായ രാഷ്ട്രീയം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. KSU ആണ് പ്രതിസ്ഥാനത്തെങ്കിലും നേതാക്കന്മാരെല്ലാവരും ഒന്നടങ്കം തിരിഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേർക്കായിരുന്നു. VD സതീശൻ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഇടതുപക്ഷ നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് അങ്ങനെ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത്. KSU ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചിട്ടില്ല എന്നും ആക്രമിച്ചു എന്നുള്ളത് ഒരു കള്ളക്കഥയാണെന്നും അവർ അപ്പം തന്നെ തിരിച്ചടിച്ചിരുന്നു. വീണ ജോർജ് നല്ലൊരു ആരോഗ്യമന്ത്രി അല്ലെങ്കിലും നല്ലൊരു അഭിനേത്രിയാണെന്ന് തെളിയിച്ചു എന്നാണ് K സുധാകരൻ പറഞ്ഞത്. ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, മന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധം തുടരുമെന്ന് VD സതീശനും പറഞ്ഞു. സർക്കാർ പ്രതിക്കൂട്ടിലായ ഡേറ്റ ചോർച്ചയിൽ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. 2013 ഒക്ടോബർ 27 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ കണ്ണൂരിൽ CPM പ്രവർത്തകർ നടത്തിയ കല്ലേറും ഇപ്പൊ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്നത് സോളാർ സമരത്തിന്റെ ഒക്കെ ഒരു കാലമായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ എറിഞ്ഞ കല്ല് കാറിന്റെ ചില്ല് തകർത്ത് ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്കൊണ്ടിരുന്നു. ആ വാർത്തകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇന്ന് KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുമ്പോഴും അങ്ങനെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം.